ആംബുലൻസ് വിളിച്ചിട്ട് കിട്ടിയില്ല. അത്യാവശ്യ സാധനങ്ങളുമായിട്ട് ഇങ്ങ് പോന്നു. എവിടേക്കാടാ മുറിവ്? സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. പിന്നൊന്നും ഓർമ്മയില്ലടോ. വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളുണ്ടായി. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല. ഇവിടെ ഉണ്ട് ഞാനിവിടെ ഉണ്ട്. ഇറങ്ങി നിന്ന് അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. ഒരക്ഷരം പോലും തെറ്റിയില്ല. അവിടെ ഒന്നും തൊള്ളുണ്ടായി. ഇപ്പൊ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എന്റെ കഴുത്താണ്. എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് നടന്നു വരുമ്പോഴാണ് എനിക്ക് ഈ കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. തനിക്കെതിരെ കേസ് പ്രവർത്തനഭാഗത്തുനിന്നും അക്രമം ഉണ്ടായി എന്നത്, കഴുത്തിനും കൈക്കും പരിക്കേറ്റു എന്നതാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നത്. ലിസ്റ്റ് എടുക്കാം. ആളിയനെ തല്ലിയോമാരുടെ പേരും മേൽവിലാസവും പെട്ടെന്ന് എടുക്കാൻ. എന്തിന്? ഇനി ആ വഴിക്ക് പോകാതിരിക്കാൻ. ഒരിക്കൽ തല്ലിയോമാരുടെ മുന്നിൽ വീണ്ടും ചെന്ന് തലവെക്കുന്ന ബുദ്ധിയല്ലളിയാ. പ്രതിഷേധക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവർ മന്ത്രിയുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. മന്ത്രിക്ക് ചുറ്റും പോലീസ് വലിയ വലയം തീർക്കുന്നുണ്ട്. പ്രതിഷേധക്കാരോട് മന്ത്രി കയർക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇതിൽ നമ്മൾക്ക് ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ തെണ്ടി ചെറുക്കൻ നുണ പറയാനും തെറി വിളിക്കാനും മാത്രമേ വായ തുറക്കാറുള്ളൂ. എനിക്കറിയില്ലേ? ഇല്ലായിരുന്നു, പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി. മന്ത്രിക്ക് ചുറ്റും പോലീസുകാർ വളയം തീർത്തു നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതല്ലാതെ ഇതിനപ്പുറമോ ഇതിനിപ്പുറമോ ഉള്ള ദൃശ്യങ്ങളുണ്ടോ എന്ന കാര്യം നമുക്ക് അറിയുകയുമില്ല. എന്തായാലും കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു യൂത്ത് ഒരു KSU പ്രവർത്തകൻ കരിങ്കൊടിയുമായി വരികയും മന്ത്രിക്ക് ചുറ്റും പോലീസ് വളയം തീർക്കുകയും മന്ത്രി സമരക്കാരോട് കയർക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ നീർക്കുന്നാർ കയ്യേറ്റത്തിന്റെ ഏതെങ്കിലും ദൃശ്യം നമ്മൾ കാണുന്നില്ല. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചാരെ? എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ? പൊളിഞ്ഞു.